റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ് 1000 കോടിയോളം കടബാധ്യതയുള്ള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അനധികൃതമായി 293 പേരെ സ്ഥിരപ്പെടുത്താൻ സർക്കാർ നീക്കം. സിപിഐഎം ഏരിയ കമ്മിറ്റി നേതാക്കളെ ഉൾപ്പെടെയാണ് സർക്കാർ സ്ഥിരപ്പെടുത്താൻ ഒരുങ്ങുന്നത്. ഹൈക്കോടതിയുടെ നിർദ്ദേശം മറയാക്കിയാണ് താൽക്കാലിക ജീവനക്കാരായവരെ സ്ഥിരപ്പെടുത്താൻ നീക്കം. എന്നാൽ ബോർഡിലേക്ക് നിയമനം നടത്തുമ്പോൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയോ PSC വഴിയോ തന്നെ വേണം എന്ന കാര്യം മറികടന്നാണ് സർക്കാരിന്റെ നീക്കം. അർജുൻ കല്യാട് നമുക്കൊപ്പം. അർജുൻ കല്യാട്, ഒന്നോ രണ്ടോ അല്ല 293 പേരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കമാണ്. കടബാധ്യതയുള്ള ക്ഷേമനിധി ബോർഡിലാണ് അനധികൃതമായ ഈ സ്ഥിരപ്പെടുത്തൽ നീക്കം. ഇതിന് പിന്നിൽ ആരാണ്? സുജിയ, വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്. ഈ സർക്കാർ 293 പേരെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ, അതായത് താൽക്കാലിക ജീവനക്കാരെ അവിടെ പല വിധത്തിൽ കയറി കൂടിയിട്ടുള്ളവരെ സ്ഥിരപ്പെടുത്താനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അത്തരം ഒരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി പുറത്തേക്ക് വരുന്നത്. അതിൽ CPIM-ന്റെ ഏരിയ കമ്മിറ്റി നേതാക്കൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട CPM-കാരെ ഒക്കെയാണ് ഇത്തരമൊരു സ്ഥിരപ്പെടുത്താനുള്ള നീക്കത്തിലേക്ക് എത്തുന്നത്. CPIM-ന്റെ പേരൂർക്കട ഏരിയ കമ്മിറ്റി അംഗം, CPIM-ന്റെ നേമം ലോക്കൽ കമ്മിറ്റി അംഗം, പള്ളിച്ച ലോക്കൽ കമ്മിറ്റി അംഗം, അങ്ങനെ തിരുവനന്തപുരം ജില്ലയിലെ പല CPI നേതാക്കൾ, കണ്ണൂർ ജില്ലയിലെ പല CPIM-ന്റെ പ്രവർത്തകന്മാർ, നേതാക്കൾ, അങ്ങനെ എല്ലാ ജില്ലയിൽ നിന്നുമുള്ള CPIM-ന്റെ പ്രവർത്തകരും നേതാക്കളുമായിട്ടുള്ളവർ ഈ ലിസ്റ്റിന്റെ ഭാഗമായി, അതായത് 293 പേരിൽ കയറി കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം. ഏറ്റവും പ്രധാനമായി സുജിയ, ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് തന്നെ കോടതി വിധിയെ മറയാക്കിക്കൊണ്ടാണ്. കോടതി ഒരു നിർദ്ദേശം, അതായത് ഒരു ഡയറക്ഷൻ സർക്കാരിന് നൽകുകയാണ്. ഈ കാര്യങ്ങൾ പരിശോധിക്കണമെന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ സ്വാഭാവികമായും ആ ഒരു ഉത്തരവിനെ മറയാക്കിക്കൊണ്ട് വലിയ രീതിയിൽ CPM-ന്റെ നേതാക്കളെയൊക്കെ സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് തീരുമാനിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ വൈരുദ്ധ്യമെന്ന് പറയുന്നത് 1000 കോടിയിലേറെ കടബാധ്യതയുള്ള ഒരു ബോർഡാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്. ആ കണക്കിൻ്റെ, അതായത് ആ കടബാധ്യതയുടെ കണക്ക് നമുക്കൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ തരത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അതായത് 16 മാസമായി ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലുള്ള തൊഴിലാളികൾക്ക് അവരുടെ പെൻഷൻ കൊടുത്തിട്ട് 16 മാസമാണ്. ആ പണം മാത്രം കണക്ക് കൂട്ടിയാൽ 979 കോടി രൂപ കടബാധ്യതയുണ്ട്. അതിനു പുറമെ 2014 മുതലുള്ള ഈ തൊഴിലാളികളുടെ കുടുംബാംഗങ്ങൾക്ക്, മക്കൾക്ക്, അതുപോലെ തന്നെ ഈ തൊഴിലാളികൾക്കൊക്കെ ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ, അത് വിവാഹ ആനുകൂല്യങ്ങളായിക്കോട്ടെ, അപകട ആനുകൂല്യങ്ങളായിക്കോട്ടെ, അതൊക്കെ 2014 മുതൽ കൊടുത്തിട്ടില്ല. അത് കണക്ക് കൂട്ടിയാൽ 41 കോടി രൂപ വരും. അതിനു പുറമെ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും 150 കോടി രൂപ കടമെടുത്തിട്ടുണ്ട്. അതിന്റെ പ്രതിമാസത്തിലുള്ള പലിശ മാത്രം കണക്ക് കൂട്ടിയാൽ 70 ലക്ഷം രൂപ ഈ ബോർഡ് അടക്കേണ്ടതാണ്. അതിനു പുറമെ ചുമട്ട് തൊഴിലാളി ബോർഡിൽ നിന്നും ഏകദേശം 100 കോടിയോളം രൂപ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കടമെടുത്തിട്ടുണ്ട്. അതിനു പുറമെ ഇപ്പോൾ 500 കോടി രൂപ ഈ കടബാധ്യതകളും പ്രശ്നങ്ങളുമൊക്കെ താൽക്കാലികമായി പരിഹരിക്കുന്നതിന് വേണ്ടി 500 കോടി രൂപ KFC-യിൽ നിന്നും കടമെടുക്കാനുള്ള തീരുമാനത്തിലേക്കും എത്തി. ഇത്രയും വലിയ കടബാധ്യതയുള്ള ഒരു ബോർഡാണ് 293 CPM നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ, ഈ അനധികൃതമായി താൽക്കാലിക ജീവനക്കാരായിട്ടുള്ളവരെ തിരികെ കയറ്റിക്കൊണ്ട്, അതാണ് ഈ തിരികെ കയറ്റൽ ഏരിയ കമ്മിറ്റി നേതാക്കളും ഉള്ള പട്ടികയാണ്. അപ്പോൾ കാര്യങ്ങൾക്ക് പ്രേക്ഷകർക്ക് ഒരു വ്യക്തത ആയി കാണുമായിരിക്കുമല്ലോ. അപ്പോൾ ഈ തിരികെ കയറ്റൽ നടത്തിയത് ആരാണ്? അതിന്മേൽ ഉയർന്ന പ്രതികരണങ്ങൾ എന്താണ്? താങ്ക് യു അർജുൻ കല്യാൺ.